ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് +2 ഹിസ്റ്ററിയുടെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞു പോകുന്നത്. ഇത് നമ്മുടെ പബ്ലിക് എക്സാമോ മോഡൽ എക്സാമോ ഒക്കെ ഓറിയൻറ്റഡ് ആയിട്ട് പറയുന്നൊരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ മലയാളം മീഡിയത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഇവിടെ കാണിച്ചിട്ടുള്ളത് മലയാളത്തിലാകുമ്പോൾ ഇംഗ്ലീഷിൻ്റെ വേർഡ്സ് കൂടി ടോപ്പിക്സ് കൂടി എഴുതിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും വായിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇതായിരുന്നു ബ്രിക്സ് ബീഡ്സ് ആൻഡ് ബോൺസ്. ഇഷ്ടികകൾ, മുത്തുകൾ, ആസ്തികൾ എന്ന് പറയുന്നത് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുന്ന ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ളൊരു കാര്യമാണ് ഇതിനകത്തുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേനെ പറ്റിയിട്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ആ ഒരു എസ്സേ തന്നെയാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. മീൻസ് ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ, അല്ലെങ്കിൽ നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയാം അല്ലേ. സിന്ധു നദീതട സംസ്കാരം എന്ന് പറയാറുണ്ട് അല്ലേ. സോ ഈ ഒരു ഹാരപ്പൻ സിവിലൈസേഷൻ റിലേറ്റ് ചെയ്തിട്ട് 8 മാർക്കിന് പബ്ലിക് എക്സാമിന് എല്ലാ പബ്ലിക് എക്സാമുകൾക്കും നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ഷുവറായിട്ട് ഒരു എസ്സേ ചോദ്യം ചോദിക്കാറുണ്ട്. സോ എല്ലാവരും അത് പഠിച്ചിട്ട് പോവുക. അവിടെ നമ്മുടെ മോഹൻജദാരോനെ പറ്റിയിട്ട് നമ്മൾ നോക്കണം അല്ലേ. ഒരുപാട് ടോപ്പിക്സ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഓക്കെ, നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം, പിന്നെ എന്താണ് ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ, അങ്ങനെ പറഞ്ഞ ഒരുപാട് ടോപ്പിക്സ് അതിനകത്ത് വരുന്നുണ്ട്. സിറ്റാഡലിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഗ്രേറ്റ് ബാത്ത്, ഗ്രാനറി പോലുള്ള പല കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഇതിനകത്ത് പഠിച്ചു പോകുന്നുണ്ട്. സോ അതെല്ലാം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആ ഒരു എസ്സേ നിങ്ങൾ ആദ്യമേ തന്നെ പഠിക്കുക. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് വേറെ ഒന്നും പഠിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു എസ്സേ നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. കാരണം ഇത് ഉറപ്പായിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ 8 മാർക്കിന് ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചിട്ട് ചോദിക്കുന്ന ഒരു എസ്സേ. പിന്നെ ഇതാ നോക്കൂ, ഈ സബ്സിസ്റ്റൻസ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഉപജീവന തന്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് നമുക്ക് 1 വേർഡ്സുകൾ വരാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളണം. അതായത് എന്താ പറയുക, ഇതിനകത്തുനിന്ന് 1 വേർഡുകളാണ് നമുക്ക് കൂടുതലായിട്ടും ചോദിക്കാറുള്ളത് കേട്ടോ. ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ എന്താ പറയുക, നമ്മൾ നോട്ട്ബുക്കിലൊക്കെ എഴുതി അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രീതിയിലൊന്ന് ചെയ്തത്. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. ട്രാക്കിംഗ് സോഷ്യൽ ഡിഫറൻസസ്, സാമൂഹിക വ്യത്യാസങ്ങളെ കണ്ടെത്തൽ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് എല്ലാവരും പഠിക്കുക. ഇതൊരു ഷോർട്ടസ്റ്റ് ടോപ്പിക്കാണ്. ഒരു 5 മാർക്കിനോ 6 മാർക്കിനോ ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ അതിനകത്ത് മീൻസ് അതായത് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷനകത്തുള്ള സാമൂഹിക വ്യത്യാസങ്ങൾ എങ്ങനെയൊക്കെ കണ്ടെത്താമെന്നാണ്. ബെറിയൽസിനെ പറ്റിയിട്ടും പിന്നെ ആഡംബര വസ്തുക്കളെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അതെന്തായാലും ഷോർട്ട് എസ്സേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. നെക്സ്റ്റ് അതുപോലെ തന്നെ ഫൈൻഡിങ് ഔട്ട് അബൌട്ട് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ, കരകൗശല ഉൽപ്പാദനത്തെക്കുറിച്ചുള്ള കണ്ടെത്തൽ. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ എല്ലാം പഠിക്കണമല്ലോ എന്ന് തോന്നും. അതങ്ങനെയാണ്. ഈ ഫസ്റ്റ് ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതിനകത്തുള്ള മിക്ക ടോപ്പിക്സുകളും റിപ്പീറ്റ് ചെയ്ത് എന്താണ് പറയുക, മാറി ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എല്ലാവരും നോക്കിപ്പോണം. ഈ ഒരു ക്രാഫ്റ്റ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കരകൗശല ഉൽപ്പാദനത്തെക്കുറിച്ചുമായി കണ്ടെത്തലിനെ പറ്റിയിട്ട് എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പോവുക, ആ ഒരു ടോപ്പിക്ക്. ഓക്കെ, പിന്നെന്താണ് അസംസ്കൃത വസ്തുക്കൾ കരസ്ഥമാക്കുന്നതിനുള്ള തന്ത്രങ്ങൾ, സ്ട്രാറ്റജീസ് ഫോർ പ്രൊക്വയറിംഗ് മെറ്റീരിയൽസ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്കുകളാണ് കേട്ടോ. ഓക്കെ, സോ ഇതും എന്ത് ചെയ്യുക, നോക്കിയിട്ട് പോവുക. ഓക്കെ, ദെൻ നിങ്ങൾ ടെക്സ്റ്റ് കൂടി ഫോളോ ചെയ്ത് പോകണം കേട്ടോ ഞാൻ ഈ പറയുമ്പോൾ. അപ്പോഴേ നിങ്ങൾക്കത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ വരുന്നതാണ് മുദ്രകൾ, ലിപി, തൂക്കങ്ങൾ, സീൽസ്, സ്ക്രിപ്റ്റ്, വെയ്റ്റ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് 3ഉം കൂടി ഒരുമിച്ച് നമുക്ക് ഷോർട്ടസ്റ്റ് ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ കൂടുതലായിട്ടും ചോദിക്കാറുള്ളത് ഈ 2 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ സെക്ഷനിലൊക്കെ ഇതിലേതെങ്കിലും ഒരെണ്ണത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ 2 പറ്റിയിട്ടോ ഒക്കെ ചോദിക്കാം. അപ്പോൾ നമ്മൾ സീൽസിനെ പറ്റിയും സ്ക്രിപ്റ്റിനെ പറ്റിയും വെയ്റ്റ്സിനെ പറ്റിയും പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെയ്താൻ പറ്റുള്ളൂ. ചിലപ്പോൾ 3ഉം കൂടി ഒരുമിച്ച് ചോദിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരെണ്ണമായിട്ട് സിംഗിളായിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട, ഞാൻ എന്താ പറയുക, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും ഭയങ്കര ഷുവർട്ടി പറയാൻ പറ്റുന്നൊരു ടോപ്പിക്കാണിത്. ഒരു സംസ്കാരത്തിൻ്റെ അന്ത്യം, ദ എൻഡ് ഓഫ് ദ സിവിലൈസേഷൻ. അതായത് വേറൊന്നുമല്ല, നമ്മുടെ ഹാരപ്പൻ സംസ്കാരം എങ്ങനെയാണ് അധപതിച്ചത്, എങ്ങനെയാണ് ഹാരപ്പൻ സിവിലൈസേഷൻ എൻഡ് ചെയ്തത് എന്നുള്ളതാണ് ഈ ടോപ്പിക്കിനകത്ത് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് എന്ത് ചെയ്യുക, ഈ ടോപ്പിക്ക് ആരും തന്നെ മിസ് ഔട്ട് ആക്കരുത്. പോയിൻറ്റ്സ് ആയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, നമുക്കൊരു 4 മാർക്കിനോ അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ആയിട്ടോ ഒക്കെ ചോദിക്കാറുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആരും മിസ്സാക്കരുത് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന ടോപ്പിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്കവറിൻ്റെ ഹാരപ്പൻ സിവിലൈസേഷൻ. ഇതുണ്ടല്ലോ, ഇത് നമുക്ക് ഭയങ്കരമായിട്ട് കാര്യമായിട്ട് പഠിക്കേണ്ട കാര്യമില്ല. മീൻസ് പ്രീവൈക്യൂസിൽ അങ്ങനെ കണ്ടിട്ടില്ല ഷോർട്ടസ്റ്റ് ആയിട്ടൊന്നും. പക്ഷേ ഇത് നമുക്ക് ഇതിനകത്തൊന്ന് 1 വേർഡ്സുകൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, മീൻസ് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻസോ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചിരിക്കുക. ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗമാണിത്. ഓക്കെ, ഡിസ്കവറിൻ്റെ ഹാരപ്പൻ, ഈ കണ്ണിംഗ്ഹാമിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് 1 വേർഡ്സുകളും 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചേക്കാം. അപ്പം ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാമെന്നുണ്ട്.
പഠിച്ചില്ലെങ്കിൽ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമതായിട്ട് നിങ്ങൾ ഹാരപ്പൻ സംസ്കാരത്തെ കുറിച്ചിട്ട് 8 മാർക്കിന് എസ്സേ പഠിക്കണം. പിന്നെ എന്താണ് പഠിക്കേണ്ടത്? അതെ, നമ്മുടെ ഒരു സോഷ്യൽ ഡിഫറൻസ്, സാമൂഹിക വ്യത്യാസങ്ങൾ എങ്ങനെ കണ്ടെത്താമെന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് പറഞ്ഞു, അത് പഠിക്കുക. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ മറ്റേ എന്താണ് കരകൗശല ഉൽപ്പന്നങ്ങളെ, അതായത് ക്രാഫ്റ്റ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ എവിടെ നിന്ന് കൊണ്ടുവന്നു, ഓക്കെ, ആ ഒരു കാര്യം, ആ ഒരു ടോപ്പിക്ക് നോക്കിയിട്ട് പോവുക. പിന്നെ ഞാൻ ആദ്യം കാണിച്ചില്ലേ സബ്സിസ്റ്റൻസ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞിട്ട്, അതിനകത്ത് 1 വേർഡ്സ് ആണ് ചോദിക്കാറുള്ളത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ എൻഡ് ഓഫ് ദ സിവിലൈസേഷൻ, ഈ സംസ്കാരം എങ്ങനെയാണ് അവസാനിച്ചതെന്നുള്ള റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഓക്കെ.